ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ കർഷകത്തൊഴിലാളിയോട് ഇതിൻ്റെ പ്രത്യേക ചാർജ് കൂടെ സഖാവ് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർഷകത്തൊഴിലാളികളുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് സജിനിമോൾ ചാക്കോ, വാർഡിൻ്റെ ആദരണീയായ മെമ്പർ പ്രിയപ്പെട്ട ശാന്തമ്മ നായർ, നമ്മുടെ 6ാം വാർഡ് മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട ശ്യാമള സുനില്, നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി കുണ്ടപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് പ്രസാദം ചെറിയ, ആലത്തൂർ ജില്ലാ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് പ്രസാദ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിൻസ്, മറ്റ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ളവർ, നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 941 പഞ്ചായത്തുകളിലും ഏതാണ്ട് 10,000-ലധികം വാർഡുകളിലുമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു യോഗം കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നു വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ നടത്താൻ പോവുകയാണ്. അതിനകത്ത് ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പെൻഷൻകാരുടെ യോഗമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ യോഗത്തിൻ്റെ മുന്നോടിയായിട്ട് ആ യോഗത്തിന് മാറ്റുകൂട്ടുന്നതിൻ്റെയൊക്കെ ഭാഗമായി ചെറിയ ചെറിയ വാർഡ് യോഗങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായി അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉദ്ഘാടനം കൂടെ സൂചിപ്പിക്കും. ഒരു കാര്യം പറയുക, 45 രൂപയിൽ തുടങ്ങി 1600 വരുമ്പോൾ ഒരു കർഷകത്തൊഴിലാളി അല്ലെങ്കിൽ ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഒരു വ്യക്തിക്ക് 19,400 രൂപ ഒരു വർഷം ഈ ഗവൺമെൻറ് വളരെ പ്രയാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴും കൃത്യമായി കൊടുക്കുന്നു. അപ്പോൾ 45-ൽ നിന്ന് 1600 മാറി. നമുക്ക് 1600 മതിയോ? പോരാ. നമ്മുടെ ഗവൺമെൻറ് ഈ അധികാരത്തിൽ, രണ്ടാമത്തെ ഗവൺമെൻറ് നമ്മുടെ അധികാരത്തിൽ കയറുമ്പോൾ 2000-ഉം അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ പോകുന്നത് 2,500 രൂപയുമാണ്. ഈ പ്രഖ്യാപനം നിങ്ങൾ അറിയണം. ഈ പെൻഷൻ്റെ പിന്നെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. അല്ലാതെ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ പെൻഷൻ കൈക്കൂലിയാണെന്ന തരത്തിലേക്കുള്ള വളരെ മോശപ്പെട്ട പരാമർശം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്, അതായത് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ACC ജനറൽ സെക്രട്ടറി വളരെ പരസ്യമായി പൊതുയോഗത്തിൽ സംസാരിച്ചു. അതിനെതിരെയും നമുക്ക് ശക്തത നിർത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭവന പദ്ധതി, ലൈഫിൻ്റെ ഭവന പദ്ധതി നമ്മുടെ അവകാശമാണ്. അത് നമ്മുടെ ഗവൺമെൻറ് മുൻബന്ധത്തെക്കാളും വളരെ കൂടുതലായി അതിന് പദ്ധതി തുക ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 200-ലധികം വീടുകൾ ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. ഇതെല്ലാം കൈക്കൂലിയായി കാണുന്ന കോൺഗ്രസും, അതോടൊപ്പം തന്നെ പെൻഷന് 4 തരം പെൻഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ട് 200 രൂപ വെച്ചുള്ളത്, അതായത് വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ പെൻഷൻ, ഈ പെൻഷൻ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് 200 രൂപയായി കൂടുതൽ കൊടുക്കുന്നത്. അവർ 500 രൂപ തരുന്നത് എന്ന് പറയുമ്പോൾ അത് 80 വയസ്സിന് മുകളിലോട്ടുള്ളവർ, 80 വയസ്സിന് മുകളിലുള്ളവർ എത്ര പേര് ജീവിച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിൽ ഒരു സ്ഥലത്തും കർഷകത്തൊഴിലാളി പെൻഷൻ ഒരു സർക്കാർ കൊടുക്കുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മാത്രമാണ് കർഷകത്തൊഴിലാളി പെൻഷൻ 1,600 രൂപയും കൊടുക്കുന്നത്. ആ ചരിത്രത്തെ സംബന്ധിച്ചുള്ള സഖാവ് വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതമാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട സോമൻ താമരച്ചാലിനെ ഈ യോഗത്തിന് യഥാർത്ഥമായി സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആരാധ്യനായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണിയെ, ആ സഖാവിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നീടുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് സജിനിമോൾ ചാക്കോ, നമ്മുടെ കർഷകത്തൊഴിലാളികളുടെ KS ചാക്കോയുടെ സുസമയാക്കയുടെ മോളാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മുടെ കർഷകത്തൊഴിലാളി രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സജിനിമോൾ ചാക്കോ അഡ്വക്കേറ്റാണ്. പ്രിയപ്പെട്ട സജിനിമോൾ ചാക്കോ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ വാർഡിൻ്റെ മെമ്പർ ആദരണീയായ പ്രിയപ്പെട്ട ശാന്തമ്മ വൈസ് പ്രസിഡന്റായിരുന്നു. പ്രിയപ്പെട്ട സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സാർമള സുനിൽ, നമ്മുടെ തൊട്ടടുത്ത അപ്പുറത്തെ മെമ്പറാണ്. പ്രിയപ്പെട്ട സാർമള സുനിലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മുണ്ടപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറിയായുള്ള പ്രസാദം ചെയ്യാൻ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ആലത്തൂർ ജില്ലാ ബ്രാഞ്ച് സെക്രട്ടറിയുള്ള സഖാവ് പ്രസാദ് കുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം സംഘടിപ്പിക്കുന്നതിനുള്ള നേതൃത്വം കൊടുത്ത ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിൻസിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട പ്രിൻസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും, പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളെയും, മറ്റുള്ളവരെയും എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം വിവരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. ഈ മീറ്റിംഗ് നമ്മുടെ ഈ മേഖലയിലെ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾ, കുടുംബാംഗങ്ങളും ക്ഷേമ പെൻഷന് അർഹരായിട്ടുള്ളവരുമൊക്കെയാണ്.
ഈ മീറ്റിംഗ് നമ്മളിവിടെ വിളിച്ചു ചേർത്തതിൻ്റെ ഉദ്ദേശം വളരെ ഈ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നതിന് അതോടൊപ്പം തന്നെ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ അത് ഇവിടെ വാങ്ങിക്കുന്നവരും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കൂടാറുള്ളത്. ക്ഷേമ പെൻഷനുകൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷനുകളൊക്കെ ലഭിക്കുമ്പോൾ അത് കേരളത്തിൽ ഒരു വലിയ വ്യത്യാസം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തിരിച്ചറിയണം. ക്ഷേമ പെൻഷനുകൾ ലഭിക്കാതിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ. അതിനകത്തുനിന്നൊരു വലിയ മാറ്റം വന്നിട്ടാണ് ഇപ്പം 2 മാസം അടുപ്പിച്ച് ക്ഷേമ പെൻഷനുകൾ കിട്ടുമ്പോൾ മിക്ക ഭവനങ്ങളിലും ആ ഭവനങ്ങളിലുള്ളവർക്ക് വളരെ നല്ല അവരുടെ ലഘുവായിട്ടുള്ള പല ആവശ്യങ്ങളും നിറവേറ്റുവാനായിട്ട് സാധിക്കും. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ആൾക്കാർ മക്കളൊക്കെ ജോലിക്ക് പോയവരും അല്ലെങ്കിൽ വേർപെട്ട് പോയവരാണെങ്കിലും പ്രായമുള്ളവരൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള ചെറിയ ആവശ്യങ്ങൾ അതിന് മറ്റാരുടെയും മുമ്പിൽ അവർക്ക് തലകുനിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് ഉള്ള ഏറ്റവും വലിയ പ്രയോജനം. അപ്പോൾ അത് ഈ ക്ഷേമ പെൻഷനുകൾ വളരെ ഈസി ആയിട്ടല്ല, വളരെ എളുപ്പം നമുക്ക് ലഭിക്കുന്ന തരത്തിൽ ഇന്നത്തെ സാഹചര്യം ഇല്ല. നമ്മളെല്ലാവരും അനുഭവസ്ഥരാണ്. കാരണം നമ്മൾ ഒരു വലിയ വെള്ളപ്പൊക്കം അനുഭവിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോയവരാണ്. കൊറോണ പോലുള്ള ഒരു വലിയ പ്രതിസന്ധി കടന്നുപോയവരാണ്. കൊറോണയും വെള്ളപ്പൊക്കവുമുള്ള പ്രതിസന്ധി